എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണിത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ താല്പര്യമുള്ളവർ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. സപ്തസ്വരങ്ങൾ, ശ്രുതിസ്വരങ്ങൾ, ആദിതാളം, അതെങ്ങനെയാണ് അടിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിന്ന് പാടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ശ്രുതിസ്വരങ്ങൾ തന്നെ പാടി തുടങ്ങാം. നമ്മുടെ ശ്രുതി എ ആണ്. 6 ഘട്ട ശ്രുതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ശ്രുതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രുതിസ്വരങ്ങൾ, ശ്രുതി കറക്റ്റ് ചെയ്യാനുള്ള സ്വരങ്ങളാണ് ശ്രുതിസ്വരങ്ങൾ. നമുക്കത് പാടി തുടങ്ങാം. സ പ സ അതാണ് ശ്രുതിസ്വരങ്ങൾ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് കർണാടക സംഗീതമാണ് നമ്മൾ പഠിക്കുന്നത്. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ 7 സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ. സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി. ഈ 7 സ്വരങ്ങളാണ് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ. അത് നമ്മൾ പാടുന്നത് മായാമാളവ ഗൗളരാഗത്തിലാണ്. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 72 സമ്പൂർണ്ണ രാഗങ്ങളാണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരും ക്ലാസ്സുകളിൽ സംസാരിക്കാം. അതിൽ ഒരു രാഗമായ, ഏറ്റവും പ്രധാനപ്പെട്ട രാഗമായ മായാമാളവ ഗൗളരാഗത്തിലാണ് നമ്മൾ കർണാടക സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതും ആ രാഗത്തിലാണ്. മായാമാളവ ഗൗളരാഗം, ആദിതാളം. അപ്പോൾ നമുക്ക് ആ സപ്തസ്വരങ്ങളൊന്ന് പാടി തുടങ്ങാം. സ രേ ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി സ രി ഗ മ പ ധ നി
sa sa ni dha pa ma ga re sa sa re ga ma pa da ni sa sa ni da pa ma ga re sa sa re ga ma pa da ni sa sa ni da pa ma ga re sa sa re ga ma pa da ni sa sa ni da pa ma ga re sa sa re ga ma pa da ni sa sa ni da pa ma ga re sa. ഇങ്ങനെ സപ്തസ്വരങ്ങൾ നമ്മുടെ 4 സ്പീഡുകളിലായിട്ടാണ് പാടുക. 4 കാലങ്ങൾ, 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം. അത് നമ്മൾ ആദ്യ താളം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആദ്യ താളം. അതിന്ന് നമ്മൾ ഈ നോട്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളതൊന്ന് എഴുതിയെടുത്തോണം. അതിന് നോട്ട് എങ്ങനെയാണ് ആ നോട്ട് എഴുതുക, ആദ്യ താളം എങ്ങനെ എഴുതുക. ആദ്യ താളം അതിൻ്റെ ശരിക്കുള്ള മ്യൂസിക്കൽ നെയിം എന്ന് പറയുന്നത് ചതുരസ്ര ജാതി ത്രിപുട താളം എന്നാണ് ആദ്യ താളത്തിൻ്റെ ശരിക്കുള്ള നെയിം. നമ്മളത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി, നമ്മൾ പെട്ടെന്ന് പറയാൻ വേണ്ടി ആദ്യ താളം എന്ന് നമ്മളത് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ശരിക്കുള്ള തിയറിറ്റിക്കൽ നെയിം ചതുരസ്ര ജാതി ത്രിപുട താളം, ആദ്യ താളം. അപ്പോൾ ആദ്യ താളം അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളിന്ന് നോട്ടിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും താല്പര്യമുള്ളവർ, ഫോളോ ചെയ്യുന്നവർ അത് നോട്ട് എഴുതിയെടുത്ത് അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്തോണം. ആദ്യ താളം നമ്മൾ അടിക്കുന്ന ആദ്യ താളം 8 ബീറ്റാണ്. അടി, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, അടി, വീച്ച്, അടി, വീച്ച്. അങ്ങനെ 1 2 3 4 5 6 7 8 അങ്ങനെ 8 ബീറ്റായിട്ടാണ് ആദ്യ താളം ഉള്ളത്. ഈ ആദ്യ താളവുമായിട്ട് ക്ലബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സരിഗമ പദനി സ സപ്തസ്വരങ്ങളോടെ ഒരു മുകളിലത്തെ ഷഡ്ജം കൂടി പാടുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം 1-ാം കാലം പാടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് 1-ാം കാലം ആദ്യ താളം അടിച്ചിട്ട് ഈ സപ്തസ്വരങ്ങളെ 1-ാമത്തെ കാലത്തിൽ ആദ്യത്തെ സ്പീഡിൽ എങ്ങനെ പാടാം എന്ന് നമ്മളൊന്ന് പാടാം. അതിൻ്റെ നോട്ട് ഞാൻ ഇതിൽ കൊടുക്കാം, വീഡിയോയിൽ കൊടുക്കാം. അതെല്ലാവരും ഫോളോ ചെയ്യുന്നവർ അത് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്തോണം. അപ്പോൾ നമ്മൾ ആദ്യം പാടുന്നത് 1-ാം കാലം എന്ന് പറഞ്ഞാൽ താളത്തിൻ്റെ ഓരോ താളാക്ഷരത്തിലും അല്ലെങ്കിൽ ഓരോ ബീറ്റിലും ഓരോ സ്വരം പാടുക. സാ രീ ഗ മാ പാ ധ നീ സ. ഇനി അവരോഹണം സാ നീ ധ പ മാ ഗ രീ സ. ഇതാണ് 1-ാം കാലം. അതൊന്ന് പാടാം. സ രീ ഗ മാ പ ധ നീ സ സാ നീ ധ പ മാ ഗ രീ സ. ഒന്നുകൂടി പാടാം. സ രീ ഗ മാ പ ധ നീ സ സാ നീ ധ പ മാ ഗ രീ സ. നിങ്ങൾ കാലിലാണ് താളം അടിക്കേണ്ടത്.
വലത്തെ കൈ കൊണ്ട് വലത്തെ കാലിലാണ് താളമടിക്കേണ്ടത്. നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ വേണ്ടി ഞാനിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കൈ വൃത്തിയായി പിടിച്ച് നമ്മുടെ വലത്തെ കാലിൻ്റെ തുടയിൽ താളമടിക്കണം. നമ്മൾ ഓരോ അടിക്കും ഓരോ ഫിംഗറും കൈ മുകളിലേക്ക് പൊന്തിച്ച് താഴെ കൊണ്ടുവന്ന് 1 ഫിംഗർ 2 3 ബീറ്റ് വീച്ച് ബീറ്റ് വീച്ച് ഇങ്ങനെ നിങ്ങൾ കാലിൽ താളമടിച്ച് വേണം ഇത് പാടാൻ. അപ്പോൾ 1-ാം കാലം നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 2-ാം കാലം. 1-ാം കാലം ഒരടിക്ക് അല്ലെങ്കിൽ താളത്തിൻ്റെ ഒരു താളാക്ഷരത്തിൻ്റെ കൂടെ ഓരോ സ്വരം പാടുന്ന മെത്തേഡിനെയാണ് നമ്മൾ 1-ാം കാലം എന്ന് പറയുന്നത്. ഇനി 2-ാം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളം നമ്മൾ ആദ്യം പറഞ്ഞു, താളം എപ്പോഴും ഒരേ സ്പീഡിൽ ഒരേ വേഗതയിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഒരേപോലെ താളം അടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പാടുന്നതിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് കൂട്ടുക. 1-ാം കാലം ഒരടിക്ക് ഒരു സ്വരം പാടിയെങ്കിൽ 2-ാം കാലമാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വേഗത മാറും. ഒരടിയിൽ 2 സ്വരം വരും. അപ്പോൾ നമ്മൾ 1-ാം കാലം പാടിയത് സാരി എന്നാ പാടിയത്. പക്ഷെ ഈ സാരി 2-ാം കാലത്തിൽ വരുമ്പം ഒരടിയിൽ 2 സ്വരം വരും. സാ രി എന്നുള്ളത് ഒരടിയിൽ വരും. അതൊന്ന് പറയാം. സാ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. ഒന്നുകൂടെ പറയാം. സാ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. 1-ാം കാലത്തിൽ നമ്മൾ ഒരു താളവട്ടം, ഒരു താളത്തിൻ്റെ എല്ലാ അംഗങ്ങളും അടിച്ചു കഴിയുന്നതിനെയാണ് നമ്മൾ ഒരു താളവട്ടം, 8 ബീറ്റ്സ് ആണ് ആദ്യ താളം, 8 ബീറ്റ് നമ്മൾ അടിച്ചു കഴിയുന്നതിനെയാണ് നമ്മൾ ഒരു താളവട്ടം എന്ന് പറയുക. നമ്മൾ 1-ാം കാലത്തിൽ പാടുമ്പോൾ ആരോഹണത്തിൽ ഒരു താളവട്ടം കഴിയും, അവരോഹണത്തിൽ 2ാമത്തെ താളവട്ടത്തിലാണ് നമ്മൾ അവരോഹണം പാടുക. സരിഗമ പദനിസ 1-ാം കാലം നമ്മൾ ഒരു താളം ഫുള്ളായിട്ട് വരും. തിരിച്ച് സനിതപ്പ മകരിസ അതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ അവരോഹണം ഒരു താളത്തിൽ വരും. അപ്പം 2 താളവട്ടത്തിലാണ് നമ്മൾ 1-ാം കാലം പാടുക. 2-ാം കാലം വരുമ്പോൾ സ്പീഡ് കൂടും. ഒരടിക്ക് 2 സ്വരം വരുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറയും. അപ്പം അതുകൊണ്ട് 2 താളവട്ടം എന്നുള്ളത് ഒരു താളത്തിൽ തന്നെ, ഒരു താളവട്ടത്തിൽ തന്നെ ആരോഹണവും അവരോഹണവും തീരും. 1-ാം കാലത്തിൽ 2 താളവട്ടത്തിലാണ് നമ്മൾ ആരോഹണവും അവരോഹണവും പാടിയത്. 2-ാം കാലത്തിൽ വരുമ്പോൾ സ്പീഡ് നമ്മൾ ഇരട്ടി സ്പീഡിൽ പാടുന്നത് കൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ കുറയും, ഒരടിക്ക് 2 സ്വരമാകും. അപ്പം ഈ 2 താളവട്ടം എന്നുള്ളത് ഒരു താളവട്ടത്തിൽ തീരും. സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. ഇതാണ് 2-ാം കാലം. ഒരടിക്ക് 2 സ്വരം അല്ലെങ്കിൽ താളത്തിൻ്റെ ഒരു താളാക്ഷരത്തിൽ 2 സ്വരം പാടുന്ന മെത്തേഡ് 2-ാം കാലം. ഇനി അടുത്തത് 3-ാം കാലം, 3rd സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ 2-ാം കാലത്തിൻ്റെയും ഇരട്ടി സ്പീഡായിട്ടാണ് വരിക.
ഒന്നാം കാലത്തിൽ ഒരടിക്ക് ഒരു സ്വരം, രണ്ടാം കാലത്തിൽ ഒരടിക്ക് 2 സ്വരം, മൂന്നാം കാലത്തിൽ ഈ 2ന്റെ ഇരട്ടി 4 സ്വരം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പം സ രി ഗ മ പ ധ നി സ സ നി ദ പ മ ഗ രി സ. അപ്പൊ താളത്തിന്റെ പകുതിയിൽ തന്നെ ആരോഹണവും അവരോഹണവും കഴിഞ്ഞു. വീണ്ടും താളത്തിന്റെ പകുതിയിൽ നിന്ന് സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അപ്പൊ ഓരോ താളത്തിന്റെ ഓരോ ബീറ്റിലും 4 സ്വരങ്ങളായിട്ട് സ്പീഡ് കൂടും. ഒന്നുകൂടെ പറയാം, എന്നിട്ട് അത് പാടാം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അത് പാടാം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അപ്പം ഇനി ഒന്നാം കാലവും രണ്ടാം കാലവും മൂന്നാം കാലവും ഒന്ന് ഓർഡറായിട്ട് പാടാം. ഓരോ പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോണം. ഒന്നാം കാലം ഒരടിക്ക് 1 സ്വരം, രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരം, മൂന്നാം കാലം ഒരടിക്ക് 4 സ്വരം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. രണ്ടാം കാലം സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇങ്ങനെയാണ്. ഇനി നമ്മുടെ 4ാം കാലമാണ് പാടുന്നത്. അത് നമ്മൾ 1, 2, 3 കാലങ്ങൾ നല്ലപോലെ തറവായാൽ മാത്രമാണ് സരി ഗ മ പ ധ നി സ എന്ന് പാടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ സ്വരസ്ഥാനങ്ങളൊക്കെ തെറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടാം. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയായിട്ട് ഫോളോ ചെയ്യുന്നവർ നോട്ട് എഴുതി വെച്ച് ഈ വീഡിയോ നല്ലപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നല്ലപോലെ ഡെയിലി അത് കേട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും കേൾക്കുന്നവർ ഈ വീഡിയോ നല്ലപോലെ ഒന്ന് ആരും ഇത് കേൾക്കുന്നവർ പോലും ഇത് വൃത്തിയായിട്ടൊന്ന് കാണുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഒരു സപ്പോർട്ട്. നമുക്ക് നിങ്ങൾ എനിക്ക് വേണ്ടിയെന്നല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ആൾക്കാരിലേക്ക് എത്തട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നെങ്കിൽ അത് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും സാധിക്കുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിനെല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. ബാക്കി നമുക്ക് 4ാം കാലവും മറ്റ് കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. നമസ്കാരം.